ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL കമാൻഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് SQL കമാൻഡ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് SQL കമാൻഡ്സ്, മെയിൻലി 5 ടൈപ്പ് SQL കമാൻഡ്സ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഓരോ ടൈപ്പിലും വരുന്ന ഡിഫറെന്റ് കമാൻഡ്സ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഓവർവ്യൂ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് SQL കമാൻഡ്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, കമാൻഡ്സ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്നുള്ള വേർഡ്, അതുമായിട്ടാണ് കമാൻഡ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു കാര്യം, അത് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. സെയിം ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ SQL കമാൻഡ്സിനകത്തുള്ള കമാൻഡ്സിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, SQL commands are instructions used to communicate with a database and also used to perform various operations on tables and structured data. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും, എന്താണ് ഡാറ്റ, എന്താണ് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന്. ഇപ്പൊ നമുക്കറിയാം ഡാറ്റാബേസിന്റെ ഉള്ളിൽ ഡാറ്റയെ പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്? ടേബിൾസിന്റെ ഉള്ളിലാണ്. എന്ന് വെച്ചാൽ ഒരു ടേബുലാർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിലേക്കാണ് ഡാറ്റയെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ഡാറ്റയെ നമ്മൾ ഈ ഒരു ടാബുലാർ സ്ട്രക്ചറിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ എന്ത് പറയാം? സ്ട്രക്ചേർഡ് ഡാറ്റ ആയി എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഡാറ്റ, സ്ട്രക്ചേർഡ് ഡാറ്റയുടെ മേലെ നമ്മൾ യൂസേഴ്സിന് പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഡാറ്റയുടെ മേലെ മോഡിഫിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഇൻസേർഷൻ ആവാം, ഡിലീഷൻ ആകാം, അങ്ങനെയുള്ള എന്തെല്ലാം ഓപ്പറേഷൻസ് ഉണ്ടോ അത് നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഡാറ്റയെ റിട്രീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ആ ഡാറ്റ ഇരിക്കുന്ന ആ ഒരു ടേബിൾ ഉണ്ടായിരിക്കും, ആ ടേബുലർ സ്ട്രക്ചറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ട് വരും. ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസറിന് ഡാറ്റാബേസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ SQL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ SQL കമാൻഡ്സിനെ മെയിൻ ആയിട്ട് 5 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഗ്രൂപ്പിലും ഏതെല്ലാം കമാൻഡ്സ് വരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആ കമാൻഡ്സിന്റെ യൂസ് അനുസരിച്ച്, എവിടെ യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ്. സോ മെയിൻ ആയിട്ട് നമ്മൾ SQL കമാൻഡ്സിനെ 5 ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ DDL, സെക്കൻഡ് വൺ DML, DCL, TCL ആൻഡ് DQL. ഇനി എന്താണ് DDL? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇവിടെ ഡെഫിനിഷൻ എന്നുള്ള വേർഡിന് വേണം നിങ്ങൾ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ഡാറ്റാബേസ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന എന്താണ്? ഒരു ടേബിൾ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ടേബിൾ സ്ട്രക്ചറിൽ വരുന്ന മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഇവിടെ ടേബിൾ സ്ട്രക്ചറിൽ വരുന്ന മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ആ ടേബിളിന്റെ ഉള്ളിൽ വരുന്ന ഡാറ്റയിലുള്ള മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു ടേബിൾ സ്ട്രക്ചറിന് എക്സാമ്പിൾ എടുത്തു നോക്കാം. അപ്പൊ ഇതൊരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ആണ്. അവിടെ റോൾ നമ്പർ, നെയിം എന്ന് പറഞ്ഞിട്ട് 2 ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ടേബിൾ സ്ട്രക്ചറിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ എനിക്ക് വരുത്തേണ്ടി വരികയാണ് എന്ന് വെച്ചാൽ പുതുതായിട്ട് ഒരു റോ ഇൻസേർട്ട് ചെയ്യാണ് ഞാനിവിടെ. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പുതുതായിട്ട് ഒരു കോളം, ഏജ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഞാനിവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിലെല്ലാം എന്താ ഇവിടെ സംഭവിക്കുന്നത്? എൻ്റർ ടേബുലർ സ്ട്രക്ചറിന് മോഡിഫിക്കേഷൻ ആണ് വരുത്തുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, എനിക്ക് ഇവിടെ നിന്ന് ഒരു പെർട്ടിക്കുലർ റോയെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം ഡിലീറ്റ് ചെയ്യണം. അത്തരം സിറ്റുവേഷനിലും എല്ലാം സംഭവിക്കുന്ന ടേബുലർ സ്ട്രക്ചറിലാണ് മോഡിഫിക്കേഷൻ വരുന്നത്. സോ ഇത്തരം ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ DDL കമാൻഡ്സിൽ വരുന്നത് മെയിൻ ആയിട്ട് 4 കമാൻഡ്സ് ആണ്: ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ ആൻഡ് ട്രങ്കേറ്റ്. ഈ 4 കമാൻഡ്സും ഓട്ടോ കമ്മിറ്റഡ് ആണ്. ഓട്ടോ കമ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങ് പെർമനന്റ് ആയിട്ട് സേവ് ആയി പോകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ കമാൻഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് വൺ ആണ് ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ക്രിയേറ്റ് ആ പേര് പറയുന്നത് പോലെ തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ക്രിയേറ്റ് ടേബിൾ നെയിം എന്ന് കൊടുക്കുന്നതോടൊപ്പം അതിന്റെ ഉള്ളിലെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ അതിന്റെ ഉള്ളിൽ വരുന്ന ആട്രിബ്യൂട്ടും അതിന്റെ ഡാറ്റ ടൈപ്പും സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഡ്രോപ്പ്. ഡ്രോപ്പ് എന്നുള്ള കമാൻഡ് ആ ഒരു ടേബിളിന്റെ സ്ട്രക്ചർ ഇൻക്ലൂഡിങ് റോസ്, ആ ഒരു ടേബിൾ സ്ട്രക്ചർ തന്നെ ഫുൾ ആയിട്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓൾട്ടർ.
ഓൾട്ടർ കമാൻഡ് ആ പേര് പറയുന്നത് പോലെ തന്നെ ആ ഒരു ടേബിൾ സ്ട്രക്ചറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഓൾട്രേഷൻ നടത്തേണ്ടി വരുമ്പോഴാണ്. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ നെയിം എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് സ്റ്റുഡന്റ് നെയിം എന്ന് കൊടുക്കണം എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ അവിടെ ഒരു എഡിറ്റ് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. അത്തരം സിറ്റുവേഷനിലെല്ലാം നമുക്ക് ഓൾട്ടർ എന്നുള്ള കമാൻഡ് വെച്ചുകൊണ്ടാണ് ആ ഒരു ഫംഗ്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ട്രൺകേറ്റ്. ട്രൺകേറ്റ് എന്ന് പറയുന്നതും ഒരു ഡിലീഷൻ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റോ വൈസ് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴാണ് നമ്മൾ ട്രൺകേറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ട്രൺകേറ്റും ഡ്രോപ്പും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമാണ്. ട്രൺകേറ്റിൽ റോയാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡ്രോപ്പ് വഴി എൻ്റെ റോയും അതുപോലെ തന്നെ മൊത്തം ടേബിളിന്റെ സ്ട്രക്ചർ തന്നെ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഓരോ കമാൻഡ്സിനെ കുറിച്ച് കമ്മിങ് വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ബേസിക്സ് മാത്രം പറഞ്ഞു പോവാം. ഇനി DML കമാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ DDL എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ DML എന്ന് പറയുന്നത് ഡാറ്റയുടെ മേലെ എന്തെങ്കിലും മാനിപ്പുലേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. DML എന്ന് വെച്ചാൽ എന്താ? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അപ്പൊ ഡാറ്റയിൽ വരുന്ന മാനിപ്പുലേഷൻ വർക്ക് എന്ന് പറയുന്നത് ഇൻസേർഷൻ ആകാം, ഡിലീഷൻ ആകാം, അപ്ഡേഷൻ ആകാം. അപ്പം ഈ 3 കമാൻഡ്സ് ആണ് DML ഉള്ളിൽ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ടേബിൾ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഇതുപോലെ 2 റോയിൽ ഡാറ്റാസ് ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് എനിക്ക് പുതുതായിട്ട് ഒരു ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു റോയിലേക്കാണ് ആ ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ 3C എന്ന് പറഞ്ഞൊരു ഡാറ്റ 3rd റോയിലായിട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു റോ ഉണ്ട്. ആ റോയിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ 2B എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് 4D എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടതെങ്കിൽ എനിക്ക് അപ്ഡേറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഡിലീറ്റ് എന്ന് പറയുന്നത്. ഡിലീറ്റ് കമാൻഡ് ആ പേര് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോയിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 3C എന്നുള്ളത് എനിക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്രയാണ് DML കമാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ DMLനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരിക്കലും ഓട്ടോ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കമാൻഡ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ചസ് ഒന്നും ഒരിക്കലും പെർമനന്റ് ആയിട്ടല്ല വരുന്നത്. നമുക്ക് വേണമെങ്കിൽ റോൾ ബാക്ക് ചെയ്തിട്ട് തിരിച്ച് ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് DMLനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആണ് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതിനുള്ളിൽ വരുന്നത് 2 കമാൻഡ്സ് ആണ്, ഗ്രാന്റ്, റിവോക്ക് എന്ന് പറയുന്നത്. ഈ 2 കമാൻഡ്സ് വർക്ക് ചെയ്യുന്നത് പ്രിവിലേജസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനാണ് പ്രിവിലേജസ് കൊടുക്കുന്നത്? ഡാറ്റാബേസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ ഗ്രാന്റ് എന്നുള്ള കമാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യൂസറിന് ഇപ്പൊ ഡാറ്റാബേസിൽ ഇത്രയും പോർഷൻ യൂസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു പ്രിവിലേജസ് ആണ് ആ ഒരു യൂസറിന് ഗ്രാന്റ് എന്നുള്ള കമാൻഡ് വഴി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ യൂസറിന് സപ്പോസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ യൂസറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രിവിലേജസ് തിരിച്ചെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ്. ആ സമയത്ത് നമുക്ക് റിവോക്ക് എന്ന് വെച്ചാൽ ആ ഒരു കൊടുത്ത പ്രിവിലേജസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവോക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂസർ ആ യൂസറിന് ഇപ്പോൾ ഒരു ഡാറ്റാബേസിലെ ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ യൂസറിന് ഉറപ്പായിട്ടും അതിനകത്തുള്ള ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ ഒരു യൂസറിന് കൊടുത്ത പ്രിവിലേജസ് എല്ലാം തിരിച്ചെടുക്കണം. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിവോക്ക് എന്നുള്ള കമാൻഡ് വഴി അയാളുടെ പ്രിവിലേജസ് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനാണ് നമ്മൾ DCL കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് TCL കമാൻഡ്, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്താണ് അവിടെ ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് കൺട്രോൾ ചെയ്യണത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കമാൻഡ്സ് വെച്ചുകൊണ്ട് നോക്കാം. ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് 3 കമാൻഡ്സ് ആണ് TCLന്റെ ഉള്ളിൽ വരുന്നത്: കമ്മിറ്റ്, റോൾ ബാക്ക് ആൻഡ് സേവ് പോയിന്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും വർക്ക് ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ DML കമാൻഡ്സിന്റെ കൂടെയാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ DML പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇൻസേർഷൻ ആവട്ടെ, അപ്ഡേഷൻ ആവട്ടെ, ഡിലീഷൻ ആവട്ടെ, ഈ ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ചേഞ്ചസ് പെർമനന്റ് ആയിട്ട് സേവ് ആവുന്നില്ല, ടെമ്പററി ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ സപ്പോസ് ആ ഒരു ഡാറ്റ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന TCL കമാൻഡ്സിന്റെ ഹെൽപ്പ് വേണം. ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ ഈ ഇൻസേർട്ട് എന്നുള്ള ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. ഇൻസേർട്ട് എന്നുള്ള ഒരു റോ ഇൻസേർട്ട് ചെയ്തു, പക്ഷെ അത് അവിടെ സേവ് ആവുന്നില്ല. സേവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റ് എന്നുള്ള ഒരു കമന്റ് അതിനുശേഷം യൂസ് ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്തു? അപ്പൊ ഇൻസേർഷൻ നടത്തിയിട്ടുള്ള ആ ഒരു ഡാറ്റ ആ ഒരു ടേബിളിനകത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആയി കിട്ടും. ഇനിയിപ്പോ റോൾ ബാക്കിന്റെ
റോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കൊടുക്കുന്ന റോൾ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ച് മുന്നേ, അതായത് ഇൻസേർഷൻ നടത്തുന്നതിന് മുന്നേ ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഡാറ്റാസ് എന്താണോ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോൾ ബാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് അതിനുശേഷം കമ്മിറ്റ് കൊടുത്തു, എന്നിട്ട് അതിനുശേഷം റോൾ ബാക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ ഒരിക്കലും ഏറ്റവും ഫസ്റ്റിൽ ഉണ്ടായിരുന്ന ടേബിളിലോട്ട് റോൾ ബാക്ക് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക, ഇൻസേർട്ടിന്റെ കേസിൽ മാത്രമല്ല, ഈ 3 ഓപ്പറേഷൻസിന്റെ കേസിലാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ് കമ്മിറ്റും റോൾ ബാക്കും വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് സേവ് പോയിന്റ് എന്ന് പറയുന്നത്. സേവ് പോയിന്റ് ആ പേര് പറയുന്നത് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സേവ് പോയിന്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന്റെ ഉള്ളിൽ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ റെക്കോർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് റോൾ ബാക്ക് ചെയ്ത് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ നമ്മൾ സേവ് പോയിന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കും, എന്നിട്ട് ആ ഒരു സേവ് പോയിന്റിനെ റോൾ ബാക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണ്? മൊത്തം ലിസ്റ്റിന് ഒരിക്കലും നമുക്ക് റോൾ ബാക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഏതെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ കുറച്ച് ഡാറ്റ, ആ ഒരു ചെറിയ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് റോൾ ബാക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ ഇത്രയാണ് നമുക്ക് TCLനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ DQL, ഡാറ്റ ക്വറി ലാംഗ്വേജ്. അതിൽ വരുന്നത് ഒരേ ഒരു കമാൻഡ് ആണ്, സെലക്ട് എന്നുള്ള കമാൻഡ്. സെലക്ട് എന്നുള്ള കമാൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ഡാറ്റയെ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് SQL കമാൻഡ്സ്. മെയിനായിട്ട് 5 ടൈപ്പ് SQL കമാൻഡ്സ് ഉണ്ട്. ആ 5 കമാൻഡ്സിന്റെ ഉള്ളിലും വരുന്ന കുട്ടി കുട്ടി കമാൻഡ്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.